friends, welcome to Simple Yummy Recipes. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്, തക്കാളി മോര് കറി. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നീളത്തിലരിഞ്ഞ ഇഞ്ചിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് ഗാർലിക്കും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റണം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 5 പച്ചമുളക് കീറിയിട്ടതും ഒരു സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി വഴറ്റാം. സവാളയെല്ലാം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വേവാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അതിനാദ്യം നമുക്കൊരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് ഒരു 3 തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അത് ഓർത്ത് കുറച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തക്കാളി വെന്ത് ചെറുതായിട്ട് കുഴഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തൈര് റെഡിയാക്കാം. ഞാനിവിടെ 2 കപ്പ് തൈരാണ് ഉപയോഗിക്കുന്നത്. അതൊരു ബ്ലെൻഡറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരുപാട് ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ കറി പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ തൈര് ബ്ലെൻഡ് ചെയ്ത് അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല കറക്റ്റ് ലൂസായിട്ട് കറി കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ തക്കാളി കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയും കൊഴുപ്പ തക്കാളി കറിക്ക് കറക്റ്റ് പാകം. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം. അതിനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഇത്രയും ഇട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളക്, ചെറുള്ളി അരിഞ്ഞത്, ഒരു 3 ചെറുള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കണം. ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. Thank you.